നമസ്തേ. പാംപ്ലാനിയുടെ ബ്ലാക്ക് മെയിലിംഗ് ഇനി വിലപ്പോവില്ല. യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ച് ആടിനെ പട്ടിയാക്കുന്ന നീക്കം. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദു സമൂഹത്തിന് ക്രിസ്ത്യൻ സമൂഹവുമായി വിയോജിപ്പുള്ളത് ചിലപ്പോഴെങ്കിലും പ്രത്യക്ഷ സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കുന്നവയുമായ കാരണങ്ങൾ പ്രധാനമായും ഞങ്ങൾ ഈ പറയുന്നവയാണ്. ഭാവിയിലും ഇത് തന്നെ ആയിരിക്കും കാരണങ്ങൾ. ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള കുഞ്ഞാടുപിടുത്തം. ഈ കുഞ്ഞാടുപിടുത്തത്തിനായി ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ വിഭജനാത്മകമായ ചരിത്രമുണ്ടാക്കി പ്രചരിപ്പിക്കൽ, ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും അവഹേളിക്കൽ, സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കൽ, വൈദേശിക ക്രിസ്തീയ ഭരണകർത്താക്കൾ മുൻപ് അന്യായമായി പിടിച്ചെടുത്ത് ക്ഷേത്രം, ഭൂമി തുടങ്ങിയവ ക്രൈസ്തവമാക്കിയ പ്രക്രിയയെ സാധൂകരിക്കൽ, തനത് ജനതയുടെ സ്വത്ത് നശീകരണം, നാടിന്റെ ആകെയും പൊതുസമ്പത്തുകളായ വനം, പുറമ്പോക്കു ഭൂമികൾ, പ്രകൃതി വിഭവങ്ങൾ ഇവയിൽ കയ്യേറ്റം നടത്തി അധികാര പിന്തുണയിൽ അവകാശമുണ്ടാക്കിയെടുക്കലും ചൂഷണവും. ഇത്രയും കാര്യങ്ങളിൽ നിന്നും ക്രിസ്തീയ സമൂഹം പിന്നാക്കം പോയാൽ അവസാനിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഭാരതത്തിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അല്ലാതെ ക്രിസ്തീയ സമൂഹത്തിന് അവരുടെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ പാലിച്ചു മുന്നോട്ടു പോകാൻ ഈ നാട്ടിൽ ഈ നിമിഷം വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവരുമായി സാമൂഹ്യ ഐത്തമോ വിലക്കോ ഉണ്ടായിട്ടില്ല. സാമൂഹ്യനീതി സംബന്ധിച്ച വിഷയങ്ങളിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ ന്യായമായ അവകാശവാദങ്ങളോട് ഒരിക്കലും ഹിന്ദു സമൂഹം മുഖം തിരിക്കുകയോ ഹനിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പറഞ്ഞ ലിസ്റ്റിൽ ചെയ്ത പലതും 1947 മുൻപ് ഔദ്യോഗികമായി അനുവദിക്കപ്പെട്ടിരിക്കാം. എന്നാൽ അത് എക്കാലവും തുടർന്നു പോകണമെന്ന് ഗൂഢാലോചന നടത്തുന്നത് അപകടകരമാണ്. പാംപ്ലാനിയുടെ വാക്കുകളിൽ തെളിയുന്നത് BJPയെ മുന്നിൽ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത ഹിന്ദു സമൂഹത്തെ നിയന്ത്രിക്കാം എന്ന അതിബുദ്ധിയാണ് എന്ന് തോന്നുന്നു. ഹിന്ദു സമൂഹത്തിന്റെ നീതിയോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും ക്രിസ്തീയ സമൂഹത്തിന്റെ അടിസ്ഥാന നീതി എന്ന വിഷയം BJP ഗൗരവതരമായി പരിഗണിച്ച് മുന്നോട്ടു പോകുന്നുണ്ട്. അതിനവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാകാം. ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ അനുഭാവപൂർണമായ നിലപാടും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ഇതിന്റെ പേരിൽ ഹിന്ദു സമൂഹത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുന്ന മേൽസൂചിതമായ നടപടികൾ തുടരുന്നത് തടസ്സപ്പെടാതെ നോക്കേണ്ടത് BJP അവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്താൽ BJPയുടെ പ്രവർത്തകർ പോലും നിലപാടിനെതിരെ അണിനിരക്കും. BJPയെ തള്ളിപ്പറയും എന്നത് BJPയും ഓർക്കേണ്ടതുണ്ട്. ആയതിനാൽ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കള്ളപ്രചാരണങ്ങൾ ഉയർത്തുന്നതിന് പകരം ആത്മപരിശോധന നടത്തി മേൽപ്രവർത്തികൾ അവസാനിപ്പിച്ച് തിരുത്തുവാൻ പാംപ്ലാനി അടക്കമുള്ളവർ തയ്യാറാകണം. മതം മാറ്റത്തിന് വേണ്ടിയുള്ള അച്ചായന്റെ മുറവിളി ഇനിയും ഭാരതീയർ അനുവദിച്ചു തരില്ല. മതം മാറ്റ നിരോധന നിയമം അനിവാര്യം തന്നെയാണ്. പറയണ്ട എന്ന് വിചാരിച്ച് മാറി നിന്നാലും തോളത്ത് കയറി കർണപടത്തെ അസ്വാരസ്യപ്പെടുത്തിയാൽ പിന്നെ നാം സാധാരണ എന്തു ചെയ്യും? ഇടതോ വലതോ കൈ ഉപയോഗിച്ച് തട്ടിമാറ്റും. ആ പ്രയോഗം ഇവിടെയും ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അത്തരമൊരു നിലപാട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിച്ച ബിഷപ്പ് പാംപ്ലാനിയോട് ഞങ്ങൾ 2 വർത്തമാനം പറയുന്നതിൽ നല്ലവരായ ക്രൈസ്തവ സഹോദരർ ഞങ്ങളോട് ക്ഷമിക്കണം. ക്രിസ്തുമത വിശ്വാസികൾക്ക് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പരിശുദ്ധ ദിനങ്ങളായ ഈ വേളയിൽ സ്ഥിരമായി ഇന്ത്യ ഹിന്ദു വിരുദ്ധ പ്രസ്താവനയുമായി ജിഹാദികളെ പ്രീതിപ്പെടുത്തുന്നയാൾ വീണ്ടും പ്രകോപനവുമായി ദുഃഖ വെള്ളിയാഴ്ച ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കാരണവന്മാർ ഇഷ്ടപ്പെട്ടിട്ടോ നിർബന്ധിതമായോ സ്വീകരിക്കപ്പെട്ട മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഒരു ഭാരതീയനും തർക്കമില്ലല്ലോ കുഞ്ഞാടെ. എന്നാൽ ഇനിയും നിങ്ങളുടെ സുവിശേഷ പരിപാടികളുമായി ഭാരതീയ വംശജരെ വിദേശ കള്ളപ്പണത്തിന്റെ ബലത്തിൽ മതപരിവർത്തനം നടത്തിക്കളയാം എന്ന് കരുതിയാൽ അതിനെ മതസ്വാതന്ത്ര്യമായി കരുതാൻ ഞങ്ങൾക്കിനി കഴിയില്ല. ഹൈന്ദവനെ നിങ്ങൾ മതം മാറ്റാൻ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ ഹൈന്ദവന്റെ മതസ്വാതന്ത്ര്യം ഉപയോഗിച്ച് പ്രതിരോധിക്കാനും ഹൈന്ദവ സമാജത്തിന് അവകാശമുണ്ട് എന്ന സാമാന്യ ബോധം അച്ചായനുണ്ടാകണം. അത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലെ ഓരോ ഹൈന്ദവന്റെയും മതസംരക്ഷണ സ്വാതന്ത്ര്യമാണ്. അത്തരമൊരു നിലപാട് ഹൈന്ദവ സമാജം സ്വീകരിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ അച്ചായന്റെ ഇത്തരത്തിലുള്ള ഇരവാദം തീരെ ഗൗരവം അർഹിക്കുന്നില്ല കേട്ടോ. അച്ചായൻ എന്ന് മനഃപൂർവ്വം വിളിക്കുന്നതാണ്. പിതാവ് അല്ലെങ്കിൽ തിരുമേനി എന്ന് വിളിക്കണമായിരുന്നെങ്കിൽ ഇതര മതസ്ഥരെയും സ്നേഹിക്കാനും മനുഷ്യനായി കാണാനുമുള്ള വകതിരിവ് ഇദ്ദേഹത്തിന് വേണമായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടിയുള്ള ഈ കുത്തിത്തിരിപ്പ് പ്രസ്താവനയ്ക്ക് അച്ചായൻ ഒരിക്കലും മുതിരില്ലായിരുന്നു. ഇസ്ലാം മതത്തിന്റെ ജിഹാദിസവും നിങ്ങളുടെ സുവിശേഷവും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല. ഭാരതത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇനിയും ഹൈന്ദവരെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കുന്നതിൽ താല്പര്യമുള്ളവരല്ല എന്ന്
മതഭ്രാന്തിനടിമയായ അച്ചായൻ മനസ്സിലാക്കണം. ഉള്ളതിനെ ഭംഗിയായി പോറ്റാൻ പാടുപെടുന്നവരാണവർ. ജിഹാദിസത്തെ പിന്തുണയ്ക്കുന്ന ബിഷപ്പിലും ഇന്ത്യ ഹിന്ദു വിരുദ്ധ മനസ്സാണുള്ളത്. ഇനിയും ആ പരിപ്പ് ഇവിടെ വേവില്ല അച്ചായോ. ആ കലം അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചോളൂ. ഇതുവരെ തട്ടിയെടുത്ത മാമോദീസ മുക്കിയെടുത്ത മുൻ ഹൈന്ദവരായ ആടുകളുമായി ഇടയൻ മേച്ചു നടന്നാൽ മതി. ഇനിയും ആ കൂട്ടത്തിലേക്ക് പുതിയ ആടുകളെ ചേർക്കേണ്ട എന്ന് സാരം. നേടിയെടുത്ത അജഗണങ്ങളുമായി മറ്റുള്ളവർക്ക് അനിഷ്ടം തോന്നാത്ത വിധം അവർക്കുള്ള വെള്ളവും വെളിച്ചവും ഭക്ഷണവും വാസയോഗ്യമായ ഭവനങ്ങളും നൽകി കഴിഞ്ഞുകൂടുന്നതിന് പകരം ആർത്തിപ്പണ്ടാരങ്ങളെ പോലെ ഹൈന്ദവരിൽ കണ്ണും നട്ടിരിക്കേണ്ടതില്ല. നേടിയെടുത്തത് വെച്ച് ഓണം കൊള്ളുക എന്ന നാട്ടുപ്രയോഗം സാക്ഷാത്കരിക്കുക. വോട്ട് രാഷ്ട്രീയം ഞങ്ങളുടെ ലക്ഷ്യമല്ല. നാട്ടിൽ സമാധാനം തന്നെയാണ് ഞങ്ങൾക്ക് വലുത്. അതിന് വിരുദ്ധമായി കുത്തിത്തിരിപ്പുമായി വന്നാൽ പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. കായികമായല്ല, ആശയപരമായി മാത്രം. അതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പറഞ്ഞത് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. കുഞ്ഞാടിനും ആട്ടിടയനും.